Venugopal ji, Dean Kuriakose ji, candidates Cyriac Thomas ji, E.M. Agusti ji. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളായിട്ടുള്ള E.M. അഗസ്റ്റി, സിറിയക് തോമസ്, എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Thank you for coming here in this heat. ഈ വൈകുന്നേരം വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തിയതിന് നിങ്ങളോടെല്ലാം എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുകയാണ്. I apologize, but my program is running quite late, so you were inconvenienced. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പരിപാടി കുറച്ച് വൈകേണ്ടി വന്നിരിക്കുകയാണ്. പല പരിപാടികളും പെട്ട് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽപ്പെട്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വൈകി എത്തിയതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. We all know the situation in Kerala and in the country. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെയും ഇന്ത്യയിലെയും സാഹചര്യങ്ങൾ. Our biggest strength, our economy, our ability to create jobs for our youngsters has now become our biggest weakness. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നത് നമ്മുടെ സമ്പന്നമായിട്ടുള്ള സാമ്പത്തിക ശക്തിയായിരുന്നു, സാമ്പത്തിക ശേഷിയായിരുന്നു. അതായിരുന്നു തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ ഇന്നതൊരു ബലഹീനതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ. This country was peaceful, harmonious, respectful of each other, and now the country is angry, full of hatred, divided, and not respecting each other. ഈ മഹാരാജ്യം സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ അധ്യായം രചിച്ച രാജ്യമായിരുന്നു. പക്ഷേ ഇന്നത് വിദ്വേഷത്തിൻ്റെയും പകയുടെയും വിഭജനത്തിൻ്റെയും മേഖലയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. The central issue in the Kerala election is the economy and our ability to provide jobs to our youngsters. ഈ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്രബിന്ദുവായിട്ട് കാണാൻ സാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കഴിയാത്ത പോകുന്ന സാഹചര്യവുമാണ്. I could come here and spend half an hour criticizing the left and the RSS. എനിക്കിവിടെ വന്ന് അരമണിക്കൂർ നേരം RSSനെയും ഇടതുപക്ഷ പാർട്ടികളെയും വിമർശിച്ച് സംസാരിക്കാമായിരുന്നു. I could speak in detail about demonetization, GST, the farm bills, the fact that the CPM does everything for its members but doesn't give jobs to the people of Kerala. എനിക്ക് നോട്ട് നിരോധനത്തെക്കുറിച്ച്, GSTയെക്കുറിച്ച്, കാർഷിക വിരുദ്ധമായിട്ടുള്ള കാർഷിക ബില്ലുകളെക്കുറിച്ച്, ഇങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത ഒരുപാട് തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും കേരള ഗവൺമെൻറ് ചെയ്ത തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് ഒരുപാട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. And I could explain these things in detail, but I'm not going to. ഈ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കാൻ എനിക്ക് കഴിയും, പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. You know the performance of the left and the BJP. നിങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും ഈ കാര്യത്തിലുള്ള അവരുടെ മേന്മ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. You can see with your own eyes the status of the country. നിങ്ങളുടെ അവരുടെ കണ്ണുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ രാജ്യത്തിന്റെ അവസ്ഥ. So I've come here just to speak to you about the future of Kerala. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. And I've come here with a concrete plan. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയോട് കൂടിയിട്ടാണ്, which we have developed working with you, the people of Kerala. അത്തരമൊരു പദ്ധതി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളോടൊപ്പം, ജനങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്നുകൊണ്ടാണ്. Like a car that cannot run without petrol, an economy also needs fuel. ഒരു കാറിന് മുന്നോട്ട് നീങ്ങണമെങ്കിൽ പെട്രോൾ ആവശ്യമാണ്. അതുപോലെ സാമ്പത്തിക രംഗം മുന്നോട്ട് നീങ്ങണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം വേണം. Today the economy of Kerala is like a car without petrol. നമ്മൾ കേരളത്തിലെ സമ്പദ്ഘടന ഇപ്പോൾ പെട്രോൾ ഇല്ലാത്ത ഒരു കാറിനെ പോലെയാണ്. The chief minister is sitting in the front seat. He keeps turning the key. Nothing happens. നമ്മുടെ മുഖ്യമന്ത്രി കാറിന്റെ മുൻ സീറ്റിലിരിക്കുകയാണ്. അദ്ദേഹം കീ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ കാർ മുന്നോട്ട് പോകുന്നില്ല. Sometimes he tries to press the accelerator, nothing happens. ചിലപ്പോൾ അദ്ദേഹം ആക്സിലറേറ്ററോട് കാലമർത്തും, അപ്പോഴും കാർ മുന്നോട്ട് നീങ്ങുന്നില്ല. Then he pulls out his favorite book. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എടുത്ത് മറിച്ചു നോക്കും. Das Kapital, written by Karl Marx. മൂലധനം, കാർൽ മാർക്സ് എഴുതിയ മൂലധനം അദ്ദേഹം മറിച്ചു നോക്കും. And he looks in the book for an answer. അദ്ദേഹം ആ പുസ്തകത്തില് ഉത്തരം കിട്ടാനായിട്ട് ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. There's no answer in the book. പക്ഷെ ആ പുസ്തകത്തിൽ നിന്നും ഒരു ഉത്തരവും അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നാണ് സത്യം.
The problem is he's looking for the answer in the wrong place. Problem is he's looking for answer in the wrong place. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉത്തരം നോക്കുന്നത് ഒരു തെറ്റായ വഴിയിലൂടെയാണ്. We look for the answer with the people of Kerala. നമ്മൾ ഉത്തരം കാണാൻ ശ്രമിക്കുന്നത് ജനങ്ങളിലൂടെയാണ്, കേരളത്തിലെ ജനങ്ങളിലൂടെയാണ്. So I'm going to tell you how we are going to start the economy. നമ്മൾ ഞങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക രംഗം പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ്. The fuel for the economy is money in your pocket. സാമ്പത്തിക രംഗത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലെത്തുന്ന പണമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. If you do not have money in your pocket, the economy cannot start. നിങ്ങളുടെ പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ സാമ്പത്തിക രംഗം മുന്നോട്ട് പോവുകയില്ല. Simple thing. If you do not have money in the pocket, you cannot buy anything. If you cannot buy anything, nothing will be made. If nothing is made, there will be joblessness. വളരെ ലളിതമാണ് പ്രശ്നം. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും വാങ്ങാൻ കഴിയില്ല. ഒന്നും വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പ്രോഡക്റ്റും അവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല, ഒരു നിർമ്മാണ ജോലികളും നടക്കില്ല. അപ്പോൾ ഒരാൾക്കും തൊഴിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയുമില്ല. So our proposal is to put money into your pocket, so you start buying things, so that things are produced, so that factories start, so that the young people of Kerala can get jobs in that factory. നമ്മുടെ പദ്ധതി വളരെ ലളിതമാണ്. നമ്മൾ നിങ്ങളുടെ എല്ലാം കൈകളിൽ പണം തരും. ആ പണവുമായി നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോകും. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ആവശ്യമായിട്ട് വരും, അത് ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ട് അത് മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. So the first thing we are going to do is we are going to put massive amount of money into the economy of Kerala. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് വലിയ തോതിൽ പണം കേരളത്തിലെ സമ്പദ്ഘടനയിൽ നിക്ഷേപിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. But we are not going to give this money to 2 or 3 businessmen or to an organization like Modi or the Chief Minister of Kerala does. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ പണം നിക്ഷേപിക്കാൻ പോകുന്നത് 2-3 കുത്തക മുതലാളിമാരുടെ കൈകളിലല്ല. നരേന്ദ്രമോദിയും സഖാവ് പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ അവരുടെ സംഘടനകൾക്ക് നൽകാനല്ല. നമ്മൾ ചെയ്യുന്നത് ജനങ്ങളിലെത്തിക്കാനാണ്. We are going to give this money straight to the people of Kerala in their bank account. കേരളത്തിലെ ജനങ്ങളുടെ കൈകളിലേക്ക് നേരിട്ടാണ് ബാങ്ക് അക്കൗണ്ടിലൂടെ ഈ പണം കൊടുക്കാൻ നമ്മൾ പോകുന്നത്. And what is the idea called? The idea is called Nyaya Yojana. എന്താണ് ന്യായ പദ്ധതിയുടെ ഏറ്റവും വലിയ ആശയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 6,000 rupees every month, 72,000 rupees a year to every poor person in Kerala directly in his bank account. ഓരോ കേരളത്തിലെ പാവപ്പെട്ടവന്റെ കൈകളിലേക്കും 6,000 രൂപ ഒരു മാസം, 72,000 രൂപ ഒരു കൊല്ലം, ആ ഓരോ പാവപ്പെട്ടവന്റെയും ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ഉറപ്പാക്കുക എന്നുള്ള പദ്ധതിയാണ് ന്യായ് പദ്ധതി. 3,000 rupees minimum for pension to every senior person in Kerala. എല്ലാ ക്ഷേമ പെൻഷനുകളും 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു പദ്ധതി. Minimum support price for rubber, milk, pepper, cardamom and coconut. റബ്ബറിനും പാലിനും നാളികേരത്തിനും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ഒക്കെ അടക്കമുള്ള എല്ലാ വസ്തുക്കൾക്കും നമ്മൾ മിനിമം വേതനമുണ്ടാക്കും, തറവില നിശ്ചയിച്ചിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. Rubber at 250 rupees a kilo, rice at 30 rupees a kilo. 250 രൂപക്ക് 1 കിലോ റബ്ബറിന് 250 രൂപയാക്കി നിശ്ചയിക്കും. 1 കിലോ നെല്ലിന് 30 രൂപയാക്കി നിശ്ചയിക്കും. And the moment we put this money in your pocket, you're going to start buying things. അങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നാൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. Somebody will buy a shirt, pant, shoes, glasses. ചിലര് ഷർട്ട് വാങ്ങും, പാന്റ് വാങ്ങും, ഷൂ വാങ്ങും, ഗ്ലാസ് വാങ്ങും. Somebody will buy medicine. ചിലർ മരുന്ന് വാങ്ങും. Family members. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. And then demand will be created for all these അപ്പോൾ products. ആവശ്യം ഉയരും, സാധനങ്ങളുടെ ആവശ്യം ഉയരും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. These products will start to fly off the shelves in the shops. ഈ എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പുകളിലെ ഷെല്ലുകളിൽ നിന്നും ഒഴിഞ്ഞു മാറപ്പെടും. പുതിയ സാധനങ്ങൾ അവിടെ വെക്കേണ്ടതായിട്ട് വരും. And then the people who make these products are going to say, we need to make more products. അപ്പൊ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും, അവർക്ക് കൂടുതൽ ഉത്പാദനം നടത്തേണ്ടതായിട്ട് വരും അവർക്ക്. And the factories will start again. ഫാക്ടറികൾ വീണ്ടും പ്രവർത്തനക്ഷമമാകും. And then the factory are going to go looking for young Keralites to do the work inside the factory. അങ്ങനെ ഫാക്ടറി ഉടമകൾ കേരളത്തിലെ ചെറുപ്പക്കാരെ നോക്കി പറയും, നിങ്ങൾക്കൊരു ജോലി തരാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ വരൂ ജോലി എടുക്കൂ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കും കേരളത്തിൽ. So we will kill 2 birds with 1 stone.
അങ്ങനെ രണ്ട് പക്ഷികളെ ഒരേ തരത്തിൽ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. We will put money in your pocket and we will start the economic engine of Kerala. നിങ്ങളുടെ കയ്യിൽ പണം എത്തിക്കും, കേരളത്തിലെ സമ്പദ്ഘടനയുടെ എഞ്ചിൻ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. These ideas, ഈ ആശയങ്ങൾ they come from you. ഇതെല്ലാം വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. They don't come from Karl Marx. ഇത് കാറൽ മാർക്സിന്റെ ആശയങ്ങളിൽ നിന്ന് വന്നതല്ല. They don't come from the RSS. ഇത് RSSന്റെ ആശയങ്ങളിൽ നിന്ന് വന്നതല്ല. They come from you. ഇത് നിങ്ങളിൽ നിന്ന് വന്ന ആശയങ്ങളാണ്, നിങ്ങൾ തന്ന ആശയങ്ങൾ. You are our organization. നിങ്ങളാണ്, ജനങ്ങളാണ് നമ്മുടെ സംഘടന എന്ന് പറയുന്നത്. Every single person in Kerala is our organization. ഓരോ കേരളീയനും നമ്മുടെ സംഘടനയുടെ ഭാഗമാണ്. We are not going to say that this worker belongs to the left front, that is why he is not going to get money. നമ്മൾ ഒരിക്കലും പറയാൻ പോകുന്നില്ല ഇതൊരു ഇടതുപക്ഷ സംഘടനക്കാരന് മുഖത്ത് നോക്കി നീ ഇടതുപക്ഷക്കാരനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പണം കിട്ടാൻ പോകുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പോകുന്നില്ല. We are not going to say this fisherman, he votes for the left front, that's why we are not going to give him any money. ഒരു മത്സ്യത്തൊഴിലാളിയെ നോക്കി ആ മത്സ്യത്തൊഴിലാളിക്ക് പണം കൊടുക്കില്ല, കാരണം അയാൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതാണ് എന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. Every single poor person will get it. എല്ലാ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും ഈ പണം ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കും. Now I haven't said anything about what the CPM, what the left front have failed at. ഈ ഇടതുപക്ഷവും CPM-ഉം പരാജയപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഞാനിവിടെ പറഞ്ഞില്ല. I'm giving them a free pass. അവർക്ക് ഞാൻ ഒരു ഫ്രീ പാസ് കൊടുക്കുകയാണ്. But I want one answer. പക്ഷെ ഒരു ഉത്തരം എനിക്ക് ആവശ്യമുണ്ട്. I want you to ask the CPM and the RSS and the left front how they are going to solve the economic problem that Kerala is faced with. ഞാൻ അവരോട്, ഇടതുപക്ഷത്തോട്, CPM-നോട്, RSS-നോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് അവരുടെ ചിന്താഗതിയിൽ ഈ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നത്? How they are going to ensure that our youngsters get jobs. നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നത് എങ്ങനെയാണ് അവർ ഉറപ്പാക്കാൻ പോകുന്നത്? And I guarantee you, they will not be able to answer your question. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, അവർക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുകയേ ഇല്ല. I have come with a clear-cut proposal. You should ask them for theirs. ഞാനിവിടെ വന്നിരിക്കുന്നത് വ്യക്തമായ കേരളത്തിലെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വ്യക്തമായ പദ്ധതിയുമായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ അവരോട് ചോദിക്കണം അവർക്ക് ഇക്കാര്യത്തിൽ എന്ത് പദ്ധതിയാണ് ഉള്ളത് എന്നുള്ളത്. And finally, do not support an ideology that divides this country. അവസാനമായി നിങ്ങൾക്കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും രാജ്യത്തെ വിഭജിക്കുന്ന ആശയത്തെ സഹായിക്കരുത്, പിന്തുണക്കരുത്. Do not support an ideology that spreads hatred, വിദ്വേഷം പരത്തുന്ന ഒരാശയത്തെയും നിങ്ങൾ സഹായിക്കരുത്. that spreads anger. ദ്വേഷം പരത്തുന്ന ഒരു ആശയത്തെയും നിങ്ങൾ സഹായിക്കരുത്. Support an ideology that is affectionate, that believes in brotherhood, that believes in bringing people together. സഹോദരത്തിലും പരസ്പര സ്നേഹത്തിലും ഒരുപോലെ സഹോദരങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിലും നേതൃത്വം കൊടുക്കുന്ന ആശയത്തിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. That is why you should support the UDF and the Congress. അതുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിനെയും UDF-നെയും സപ്പോർട്ട് ചെയ്യണമെന്ന്, പിന്തുണക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. We have also given 55% of our candidates as youngsters. 55% നമ്മുടെ സ്ഥാനാർത്ഥികളെയും ചെറുപ്പക്കാരെയാണ് ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി നിർത്തിയിരിക്കുന്നത്. And we have a mix, Syriac Thomas G and EM Augusti G. അത് ഒരു സങ്കലനമാണ്. ചെറുപ്പക്കാരും മുതിർന്നവരും അനുഭവ സമ്പന്നരും തമ്മിലുള്ള സങ്കലനമാണ്. ഇവിടെ സിറിയക് തോമസിനെയും അഗസ്റ്റിയെയും അതുകൊണ്ടാണ് നമ്മൾ തന്നിരിക്കുന്നത് സ്ഥാനാർത്ഥികളായി. Youthful, dynamic candidates to change the future of the state. ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ അവർ ഈ രാജ്യത്തിന്റെ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നവരാണ്. Please give them your full support and send them to the Vidhan Sabha. അവരെല്ലാവരെയും നിങ്ങൾ സഹായിക്കുക, പിന്തുണക്കുക, അവരെ രണ്ടുപേരെയും നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. Thank you once again for coming out in this heat and supporting us. വളരെ വളരെ നന്ദി. ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരും ഈ വൈകുന്നേരം വന്നതിന്, നമ്മളെ സഹായിക്കാൻ തീരുമാനിച്ചതിന് അങ്ങേയറ്റത്തെ നന്ദി പറയുന്നു. Namaskar. നമസ്കാരം.